വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടൈം എന്ന ചാപ്റ്ററാണ്. അപ്പം നമ്മൾ ക്ലോക്ക് വരച്ചിട്ട് നമ്മൾ അതിലെങ്ങനെയാണ് ടൈം എഴുതുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്ലോക്ക് വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടൈം എന്നാണ് പഠിക്കുന്നത് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ടൈമാണ്. അപ്പൊ ഇവിടെ ഞാനൊരു ക്ലോക്ക് വരച്ചിട്ടുണ്ട്. ഈ ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത് 2 o'clock ആണ്. 2 മണിയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം 2 o'clock എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ഇങ്ങനെ എഴുതാം, ഒന്ന് ഇങ്ങനെ എഴുതാം. രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പൊ നമ്മളൊരു ക്ലോക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് അതിന്റെ ഹാൻഡ്സ് ആണ് ക്ലോക്കിൽ, അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്ലോക്കിന് 2 ഹാൻഡ്സ്, അല്ലെ, 2 ഹാൻഡ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നോക്കൂ, ഒന്ന് ചെറിയതാണ്, അല്ലെ, ഒന്ന് ചെറിയൊരു ഹാൻഡും ഒന്ന് ഇച്ചിലൂടെ ലോങ് ആയിട്ടുള്ള ഒരു ഹാൻഡുമാണ്. അപ്പൊ ഒരു ക്ലോക്കിന് നമ്മൾ പ്രധാനമായിട്ട് എത്ര ഹാൻഡ്സ് ഉണ്ട്? 2 ഹാൻഡ്സ് ആണ്. ഒരു ക്ലോക്കിന് 2 ഹാൻഡ്സ് ആണ് ഉള്ളത്, അല്ലെ. ഇനി നോക്കിയാൽ ഷോർട്ട് ഹാൻഡും ലോങ് ഹാൻഡും ഏതൊക്കെയാണ്? ഷോർട്ട് ഹാൻഡ് ആൻഡ് ലോങ് ഹാൻഡ്. ഇനി ഈ ഷോർട്ട് ഹാൻഡ് അല്ലെങ്കിൽ ചെറിയ സൂചി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇവിടെ ഈ ക്ലോക്കിലെ ചെറിയ സൂചി അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് 2-ന് നേരെയാണ്. അപ്പം ഷോർട്ട് ഹാൻഡ് എപ്പോഴും കാണിക്കുന്നത്, ഷോർട്ട് ഹാൻഡ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് അവേഴ്സിനെയാണ്. ഓക്കെ, അവേഴ്സ് അല്ലെങ്കിൽ മണിക്കൂർ, അല്ലെ. ഷോർട്ട് ഹാൻഡ് അവേഴ്സിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോങ് ഹാൻഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. ലോങ് ഹാൻഡ്, ഷോർട്ട് ഹാൻഡ് അവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുവെങ്കിൽ ലോങ് ഹാൻഡ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് മിനിറ്റ്സിനെയാണ്. എന്തിനാണ്? മിനിറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ക്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോക്ക് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട 2 പോയിന്റ് എന്ന് പറയുന്നത്, ക്ലോക്ക് ഹാസ് 2 ഹാൻഡ്സ്. ഒരു ക്ലോക്കിന് 2 ഹാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഷോർട്ട് ഹാൻഡ് ആൻഡ് ലോങ് ഹാൻഡ്. ഷോർട്ട് ഹാൻഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഷോർട്ട് ഹാൻഡ് അവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. ലോങ് ഹാൻഡ് മിനിറ്റ്സിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കണം, ഷോർട്ട് ഹാൻഡ് അവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ലോങ് ഹാൻഡ് മിനിറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഈ ഷോർട്ട് ഹാൻഡ് ഏതിന് നേരെയാണ്? 2 എന്ന നമ്പറിന് നേരെയാണ്. അതിന്റെ അർത്ഥം എന്താ? 2 മണി അല്ലെങ്കിൽ 2 ആണ്, അല്ലെ. 2 മണി. ഈ 2 മണി കംപ്ലീറ്റ് ആണോ എന്നറിയണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം? ലോങ് ഹാൻഡ് 12-ന് നേരെ ആയിരിക്കണം, അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു 3 o'clock ആണെങ്കിൽ പോലും, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു 3 o'clock ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ഹാൻഡ് 3-യുടെ നേരെയും ലോങ് ഹാൻഡ് 12-ന് നേരെയുമായിരിക്കണം. എപ്പോഴും നമ്മൾ ഒരു 3 o'clock അല്ലെങ്കിൽ ഒരു 4 o'clock ആയിക്കോട്ടെ, 5 o'clock ആയിക്കോട്ടെ, നമ്മുടെ ലോങ് ഹാൻഡ് എപ്പോഴും 12-ന് നേരെ തന്നെ നിൽക്കണം. അവർ ഹാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ഹാൻഡ്, മണിക്കൂറിനെ കാണിക്കുന്ന നമ്മുടെ ഷോർട്ട് ഹാൻഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്താണ്? ഒരു ക്ലോക്കിന് 2 ഹാൻഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഷോർട്ട് ഹാൻഡ്, ലോങ് ഹാൻഡ്. ഷോർട്ട് ഹാൻഡ് എന്തിനെയാണ് കാണിക്കുന്നത്? അവേഴ്സിനെ ആണെങ്കിൽ ലോങ് ഹാൻഡ് മിനിറ്റ്സിനെയാണ് കാണിക്കുന്നത്. ഈ ക്ലോക്കിൽ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിയാണ് അല്ലെങ്കിൽ 2 o'clock ആണ്. 2 o'clock എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹാൻഡ്സ് ഇരിക്കേണ്ടത്? ഷോർട്ട് ഹാൻഡ് 2-ന് നേരെയും ലോങ് ഹാൻഡ് 12-ന് നേരെയുമായിരിക്കണം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ നമുക്ക് ഇതൊന്നുകൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ബോർഡിലേക്ക് നോക്കുക മക്കളെ. ഇവിടെ ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത് 5 o'clock ആണ്, അല്ലെ. 5 മണി, അല്ലെ. അപ്പൊ 5 o'clock എന്നുള്ളത് നമുക്ക് എങ്ങനെ ക്ലോക്കിൽ റെപ്രസെന്റ് ചെയ്യാം? ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മളെപ്പോഴും 5 o'clock അല്ലെങ്കിൽ 6 o'clock എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മിനിറ്റ് ഹാൻഡ് കണ്ടോ, മിനിറ്റ് ഹാൻഡ് ആണ് ഇത്, അല്ലെ. ലോങ് ഹാൻഡ്, മിനിറ്റ് ഹാൻഡ് എപ്പോഴും ഏതിന് നേർക്ക് തന്നെ ആയിരിക്കണം? 12-ന് നേരെ തന്നെ ആയിരിക്കണം. ഇപ്പൊ ഞാനിവിടെ 5 o'clock എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ, 5 മണിന്നാ. അപ്പൊ ഇവിടെ നമ്മുടെ അവർ ഹാൻഡ് ഏതാണ്? ചെറിയ സൂചി, അല്ലെ. അവർ ഹാൻഡ് മാത്രമേ ശരിക്കും ഇവിടെ വേരി ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ 5 o'clock എന്ന് പറയുമ്പോൾ നമുക്ക് അവർ ഹാൻഡിന് നേരെ, അവർ ഹാൻഡ് എന്തിനു നേരെ ഇരിക്കണം? 5-ന് നേരെ. കണ്ടോ, മിനിറ്റ് ഹാൻഡ് 12-ന്
നേരെ ഇരിക്കണം. അപ്പൊ ഇത് എത്ര മണിയായി? 5 മണി അല്ലെങ്കിൽ 5 o'clock എന്ന് പറയാം. ഇപ്പൊ ഇത് 8 o'clock ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരച്ചു വെക്കാം? അപ്പൊ ഇത് ഞാനിവിടെ 8 o'clock എന്ന് എഴുതി. 8 o'clock എന്ന് എഴുതുമ്പോ നമ്മുടെ അവർ ഹാൻഡ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. മിനിറ്റ് ഹാൻഡ് എപ്പോഴും 12 തന്നെ ആയിരിക്കണം. ഇപ്പൊ 8 o'clock എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് എവിടേക്ക് നമ്മൾ കൊടുക്കണം? 8ന് നേരെ കൊടുത്താൽ മതി. കണ്ടോ, 8 o'clock ആയി ഇല്ലേ? ഇനി ഇപ്പൊ ഇതൊരു 7 o'clock ആണെങ്കിലോ, അല്ലെങ്കിൽ 6 o'clock നോക്കാം. 6 o'clock അല്ലെങ്കിൽ 6 മണി എന്ന് പറയുമ്പോഴേ നമ്മുടെ അവർ ഹാൻഡ് ഏതിന് നേരെ നിൽക്കണം? അവർ ഹാൻഡ് അല്ലേ, ചെറിയ സൂചി ഏതിന് നേരെ നിൽക്കണം? 6ന് നേരെ നിൽക്കണം. മിനിറ്റ് ഹാൻഡിന് പ്രോപ്പർ ആയിട്ട് ഒരു 6 o'clock അല്ലെ 6 മണി, 3 മണി, 2 മണി, 1 മണി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മിനിറ്റ് ഹാൻഡിന് ചേഞ്ചസ് ഒന്നും വരില്ല. മിനിറ്റ് ഹാൻഡ് 12 തന്നെ നമ്മൾ വരയ്ക്കണം. അവർ ഹാൻഡിന് വ്യത്യാസം വരും ഇല്ലേ? ഇപ്പൊ 6 o'clock എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് 6ന് നേരെയും മിനിറ്റ് ഹാൻഡ് 12ന് നേരെയും ആയിരിക്കും. ഇതിനിപ്പോ 1 o'clock ആണെങ്കിലോ നമുക്ക് 1 മണി അല്ലെ, 1 മണി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം മിനിറ്റ് സൂചി അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ലോങ് ഹാൻഡ് 12ന് നേരെ തന്നെ നിൽക്കണം ഇല്ലേ? 1 എന്നുള്ളത് ഇത് ഇവിടെയാണ്. അപ്പം അവർ ഹാൻഡ് ചെറിയ സൂചി നമ്മൾ 1ന് നേരെ നിൽക്കണം. ഇപ്പം 1 മണി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഹാഫ് പാസ്റ്റ് അല്ലെങ്കിൽ ക്വാർട്ടർ ടു, ക്വാർട്ടർ പാസ്റ്റ്, 3 കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഹാഫ് പാസ്റ്റ് എന്ന ടൈം എങ്ങനെയാണ് നമ്മൾ ക്ലോക്കിലെ അടയാളപ്പെടുത്തുന്നത്, അതിനെ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഹാഫ് പാസ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഹാഫ് പാസ്റ്റ് 12 എന്നാണ് ഇല്ലേ? ഈ ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ? ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? പകുതി അല്ലേ? അപ്പൊ ഏകദേശം ഈ ക്ലോക്കിന്റെ നേരെ പകുതിയായിട്ട് നമ്മൾ മിനിറ്റിനെ കണക്കാക്കണം. 12 എന്ന് പറയുന്നത് അവറാണ്, മണിക്കൂറാണ്, 12 മണിയാണ്. 12 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? 12 മണി എന്നുള്ളതാണ് അല്ലേ? ഹാഫ് എന്ന് പറയുന്നതാണ് നമ്മൾ മിനിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പൊ ഈ ഹാഫ് പാസ്റ്റ് 12 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ ക്ലോക്കിലെ മിനിറ്റ്സിനെ നമ്മൾ കണക്ക് കൂട്ടാനായിട്ട് പഠിക്കണം. അത് എങ്ങനെയാ കണക്ക് കൂട്ടുന്നേ, കാൽക്കുലേറ്റ് ചെയ്യുന്നേ? ഇപ്പൊ 12ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? 12ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ, അതായത് ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോഴത്തേക്കും എത്ര മിനിറ്റ് ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കണം? 5 മിനിറ്റ് ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കണം. എത്ര മിനിറ്റ് ആണ്? 5 മിനിറ്റ്. വീണ്ടും നമ്മൾ 1ൽ നിന്ന് 2ലേക്ക് വരുമ്പോ എത്രയാണ്? വീണ്ടും ഒരു 5 മിനിറ്റ് ആയി. അപ്പൊ എത്രയാണ്? ഇവിടുന്ന് 12ൽ നിന്ന് 1ലേക്ക് വരുമ്പോ 5, then 2ലേക്ക് വരുമ്പോൾ 10, 3ലേക്ക് വരുമ്പോൾ 15, 20, 25, 30, 35, 40, 45, 50, 55, 60. ഇങ്ങനെയാണ് നമ്മൾ മിനിറ്റിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 5ന്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് ശരിക്കും നമ്മൾ മിനിറ്റിനെ നമ്മൾ കണക്കാക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് വരുമ്പോഴത്തേക്കും അതിനെ 5 വെച്ച് നമ്മൾ ആഡ് ചെയ്ത് പോകണം. മനസ്സിലായോ? 12ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ 5 മിനിറ്റ്, അവിടുന്ന് 2ലേക്ക് വരുമ്പോൾ 10 മിനിറ്റ്സ് ആകും, 2ൽ നിന്ന് 3ലേക്ക് വരുമ്പോൾ 15 മിനിറ്റ്സ്, 20 മിനിറ്റ്സ്, 25 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 35 മിനിറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ മിനിറ്റിനെ കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര മിനിറ്റിലേക്കാ വരുന്നത്? ഹാഫ് എന്ന് പറയുമ്പോൾ പകുതി. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് 1 അവർ എന്ന് പറയുമ്പോൾ, 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മിനിറ്റ് ആണെന്ന് മനസ്സിലാക്കണം? 30 മിനിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. സോറി, 30 അല്ല, 60 മിനിറ്റ്. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. എത്രയാണ്? 1 അവർ. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പൊ ആ 60ന്റെ നേരെ പകുതി ആയിരിക്കും നമ്മൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. 60ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആണ് മക്കളെ? 30 മിനിറ്റ്സ്. എത്രയാണ്? 30 മിനിറ്റ്സ്. അപ്പൊ 30 മിനിറ്റ്സ് ഈ ക്ലോക്കിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? 12ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ 5, 10, 15, 20, 25, 30. 30 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എവിടെ വരണം? 6ന് നേരെ ഏത് സൂചി വരണം? മിനിറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ലോങ് ഹാൻഡ് 6ന് നേരെ വരുമ്പോൾ, ഈ 6ന് നേരെ വരുമ്പോഴാണ് എത്ര മിനിറ്റ് ആകുന്നത്? 30 മിനിറ്റ് ആകുന്നത്. മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹാഫ് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ 30 മിനിറ്റ് ആയിട്ട് കണക്കാക്കിയത്? 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത്
60 മിനിറ്റ് ആണെങ്കിൽ 60ന്റെ പകുതി എത്രയാണ് 30 അല്ലെങ്കിൽ 30 മിനിറ്റ്. അതിനെയാണ് നമ്മൾ ഹാഫ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ഈ 12 എന്ന് പറയുന്നത് മിനിറ്റ് അല്ല, അവർ ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ 12:30 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിന്റെ അർത്ഥം എത്ര? 12:30 ഇല്ലേ? എങ്ങനെയാണ് പറയുന്നത്? 12:30 12:30 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എഴുതുന്നത് എങ്ങനെയാണ്? 12:30. ഹാഫ് കണ്ടോ, 60യുടെ പകുതി എടുക്കണം. അപ്പൊ 60യുടെ പകുതി എത്രയാണ്? 30 ആണ്. അപ്പൊ നമുക്കിത് ക്ലോക്കിലെ നമുക്ക് അടയാളപ്പെടുത്തി നോക്കാം ഇല്ലേ? അപ്പം അവറാണ് 12. അപ്പം അവർ സൂചി, അതായത് ചെറിയ സൂചി ഏതിന് നേർക്ക് നിൽക്കണം? 12ന് നേരെ നിൽക്കണം. നോക്കൂ, അവർ ഹാൻഡ് 12ന് നേരെയായി. ഇനി മിനിറ്റ് ഹാൻഡ് ആണ് എവിടെ പോകേണ്ടത്? 30 എന്ന് പറയുന്ന മിനിറ്റിന് നേരെ. 30 എന്നൊരു മിനിറ്റ് ഇല്ല, നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പം എവിടെയാണ് 30 വരുന്നത്? 6ന് നേരെ വരുമ്പോഴാണ് 30 മിനിറ്റ്സ് ആകുന്നത്. 5 12ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 5 10 15 20 25 30. അപ്പൊ 30 മിനിറ്റ്സ് ആകുമ്പോൾ ഏതിന് നേരെ വരും? 6ന് നേരെ വരും. മിനിറ്റ് ഹാൻഡ് ലോങ് ഹാൻഡ് ആണ്. മിനിറ്റ് ഹാൻഡ് 6ന് നേരെ വരയ്ക്കണം. ഇപ്പോൾ ടൈം എത്രയായി? 12:30, 12:30. ഇതിനെ നമുക്ക് വേറൊരു പേരിൽ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഹാഫ് പാസ്റ്റ് അല്ലെങ്കിൽ ഹാഫ് പാസ്റ്റ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മണി കഴിഞ്ഞ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? കഴിഞ്ഞു ഇല്ലേ? ഹാഫ് പാസ്റ്റ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മണി കഴിഞ്ഞ് എത്ര മിനിറ്റും കൂടി ആയിട്ടുണ്ട്? 30 മിനിറ്റ് ആയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ ആണോ? നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 9:30 എന്നാണ്. ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു 60 മിനിറ്റിന്റെ പകുതി എത്രയാണ്? 30 മിനിറ്റ് അല്ലേ? 30 മിനിറ്റ്സ്. അപ്പൊ 9:30 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടൈമിനെ എങ്ങനെ എഴുതാം? 9:30. ഇതാണ് 9:30 എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇത് ഏത് ഹാൻഡ് ആണ്? ഇത് അവർ ഹാൻഡ്. 30 എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡിൽ നിൽക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 9 എന്ന് പറയുന്നത് അവർ ആണ്. സോ അവർ ഹാൻഡ് 9ന്റെ നേർക്ക് നിൽക്കണം. അവർ ഹാൻഡ് എപ്പോഴും ചെറുതായിട്ടേ വരയ്ക്കാവൂ. അവർ ഹാൻഡ് 9ന് നേർക്കാണ്. ഇനി മിനിറ്റ് ഹാൻഡ് എവിടെ നിൽക്കണം? 30ൽ നിൽക്കണം ഇല്ലേ? 30 മിനിറ്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു. 30 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതിന് നേരെ വരും? 6ന് നേരെ വലിയ സൂചി വരണം. കണ്ടോ, ഇപ്പൊ സമയം എത്രയായി? 9:30. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? 9:30. അതായത് 9 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് ആയി എന്നർത്ഥം? 30 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് 2:30 നോക്കാം. 2:30 എന്ന് പറഞ്ഞാൽ എത്ര സമയം? നമ്മൾ എങ്ങനെ എഴുതാം? 2:30 എന്ന് പറഞ്ഞാൽ 2:30 അല്ലെങ്കിൽ 2:30, 2:30 മണി എന്നൊക്കെ നമുക്ക് പറയാം ഇല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡും എങ്ങോട്ടും നമുക്ക് കൊടുത്തു നോക്കാം അല്ലേ? അവർ ഹാൻഡ് ഏതാ? അവറാണ് 2 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അവർ ഹാൻഡ് 2ന് നേരെ ഇരിക്കണം. ഓക്കെ, മിനിറ്റ് ഹാൻഡ് എവിടെ ഇരിക്കണം? 30 മിനിറ്റ്. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂചി 6ന് നേരെ ഇരിക്കണം. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ സൂചി എവിടെ ഇരിക്കണം? 6ന് നേരെ. ഇപ്പൊ സമയം എന്താണ്? 2:30 എന്ന് പറയാം. 2:30 എന്ന് പറഞ്ഞാൽ എത്ര? 2:30 ആണ് സമയം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 2:30 എഴുതുന്നത്. ഇനി 2:15 ഉണ്ട്. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എൻ്റെ ക്ലാസ്സുകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.